നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഫേസ്, അതായത് പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസ് കഴിഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു നിലവാരം എല്ലാവർക്കും മനസ്സിലായി കാണും. അതിനനുസരിച്ച് എല്ലാവരും പഠനം മാറ്റുക. ഇപ്പോൾ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും LGSനാണെങ്കിലും ഒക്കെ അപ്പോൾ നമ്മുടെ PSC മൊത്തം ക്വസ്റ്റ്യൻ പാറ്റേൺസ് മാറ്റിയത് നമുക്കറിയാം അല്ലേ? അപ്പോൾ നമുക്ക് ഈ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ബേസ് ചെയ്ത് പഠിച്ചാൽ തന്നെ, അല്ലെങ്കിൽ എങ്ങനെയാണ്, അതായത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് മെയിനായിട്ട് കറണ്ട് അഫയേഴ്സിൽ നിന്നാണെങ്കിലും ചോദിക്കുന്നത്. ഓക്കെ, ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത് വളരെ കുറവാണെന്ന് മാത്രം. അതിൽ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഒരു പത്രക്കട്ടിക പഠിച്ചിരുന്നു. അതൊന്ന് ജസ്റ്റ് കണ്ടിരുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് കണികാ പരീക്ഷണമാണെന്ന്. അതുപോലെ തന്നെ പാലസ്തീൻ ഹമാസ് കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം നമ്മളത് പത്രക്കട്ടിങ്ങളിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഉള്ള കാര്യം മെയിനായിട്ട് ന്യൂസ് പേപ്പറിൽ നിന്ന് തന്നെയാണ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ചോദിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, ഹിസ്റ്ററി, ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ളതെല്ലാം തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് ഒരുപാട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ പലസ്തീൻ ഹമാസ് കോൺഫ്ലിക്റ്റ് ചോദ്യം ചോദിച്ചതുകൊണ്ട് തന്നെ അതുപോലെ നമ്മുടെ ഹിസ്റ്ററിയുടെ പാർട്ടാകാൻ പോകുന്ന മറ്റൊരു കാര്യമുണ്ട് അല്ലേ? എന്താണത്? റഷ്യ ഉക്രൈൻ വാർ അല്ലേ? ഇനി നമ്മൾ ഒരു കാലത്ത് നമ്മുടെ മക്കളാണെങ്കിലും അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ ആണെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ തോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ കാര്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത്? റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് അല്ലേ? അപ്പോൾ അത് എങ്ങനെയൊക്കെ ലോകത്തിനെ മാറ്റിമറിച്ചിട്ടുണ്ട്, എന്താണ് റഷ്യ ഉക്രൈൻ വാറിൻ്റെ കാരണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. ഓക്കെ, എന്നാണ് ഈ യുദ്ധം തുടങ്ങിയത്? 2022 ഫെബ്രുവരി 24 നമ്മുടെ റഷ്യ ഉക്രൈനെ ആക്രമിച്ചത്. അപ്പോൾ ഈ റഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ? 1991 വരെ USSR എന്ന് പറഞ്ഞൊരു വലിയ ഭൂവിഭാഗം അല്ലെങ്കിൽ ഒരു രാജ്യമായിരുന്നു അല്ലേ? ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ്? ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന പല ചെറു രാജ്യങ്ങളായിരുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സമൂഹം, രാജ്യങ്ങളുടെ സമൂഹമായിരുന്നു ഇന്ത്യ അല്ലേ? അപ്പോൾ ആ ഇന്ത്യ എന്താണ്? ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളമാണ്, നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി, ബംഗാളി, അങ്ങനെയുള്ള രാജസ്ഥാനി അതുപോലെയുള്ള ഭാഷകൾ സംസാരിക്കുന്നു. അതുപോലെ തന്നെ സൗത്തിലാണെങ്കിൽ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഇങ്ങനെയുള്ള ഭാഷകൾ, ഒഡിയ ഇല്ലേ? ഒരുപാട് ഭാഷകളുണ്ട്. നമുക്കറിയാം നമ്മുടെ 22 രാഷ്ട്രഭാഷകളായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ വരെ ഉണ്ട് അല്ലേ? അപ്പോൾ അത്രയും ഭാഷാ വൈവിധ്യം തന്നെയുള്ളൊരു നാടാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയാം അല്ലേ? അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ USSR 1991 വരെ. എന്നാൽ അവരുടെ ആഭ്യന്തരമായ പല ചേരിതിരിവുകൾ കാരണം 1991 USSRന്ന് പല രാജ്യങ്ങളും വിഭിന്ന രാജ്യങ്ങളായിട്ട് ഇൻഡിവിജ്വൽ കൺട്രീസായിട്ട് വിട്ടുമാറി. അങ്ങനെ ഒരു കൺട്രിയാണ് ആര്? യുക്രൈൻ. ഓക്കെ, യുക്രൈൻ ആരാണ്? റഷ്യയുടെ തന്നെ ഭാഗമായിരുന്ന ഒരു കൺട്രിയാണ് 91 വരെ. അപ്പോൾ ആ സമയത്ത് തന്നെ അവരുടെ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് നിലനിൽക്കുന്നുണ്ട്. കാരണം ഉക്രൈൻ 94 മുതൽ നമ്മുടെ US-ൻ്റെ ഭാഗമായിട്ടുള്ള നേറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി അല്ലേ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോയുമായിട്ട് നമ്മുടെ ഉക്രൈൻ അടുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം നാറ്റോ, US-ഉം റഷ്യ ആയിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ USA എപ്പോഴും അവരുടെ മുഖ്യ ശത്രുവായിട്ട് കണ്ടിരുന്ന ആരെയാണ്? നമ്മുടെ USSRനെ അല്ലെങ്കിൽ റഷ്യയാണ്. കോൾഡ് വാർ, അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് എല്ലാം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? അപ്പോൾ ഈ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റഷ്യയും US-ഉമായിട്ടുള്ള കോൺഫ്ലിക്ട്സ് 2ാം വേൾഡ് വാർ തൊട്ട് ആ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊരു 3rd വേൾഡ് വാറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ള സമാധാന സംഘടനകൾ വരെ ഇടപെട്ട് നിൽക്കുന്നത്. എന്നാൽ ഈ യുക്രൈൻ ആരുടെ കൂടെ പോകാൻ അല്ലെങ്കിൽ ആരുമായിട്ടാണ് അനുഭവം പുലർത്തിയത്? നേറ്റോയുമായിട്ട്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. എന്താണ് നേറ്റോ? നമ്മുടെ USA, നമ്മുടെ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ, USA-യുടെ തലപ്പത്തിലുള്ള ആൾ, USA നിയന്ത്രിക്കുന്ന മൊത്തം യൂറോപ്യൻ കൺട്രീസും അതുപോലെ തന്നെ റഷ്യയുടെ ഭാഗമായിരുന്ന ചില കൺട്രീസും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ് എന്ത്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനാണ് എന്ത്? നേറ്റോ. അപ്പം നേറ്റോയുമായിട്ട് ഈ യുക്രൈൻ അടുത്തു കഴിഞ്ഞാൽ റഷ്യക്ക് എന്താ പ്രശ്നം? നമുക്കറിയാം നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ബംഗ്ലാദേശാണ് അല്ലേ? അപ്പോൾ ബംഗ്ലാദേശ് ഒരു ദിവസം പെട്ടെന്ന്, ഇപ്പോൾ ബംഗ്ലാദേശ് ഒരു പരിധി വരെ
ടോട്ടലായിട്ടല്ലെങ്കിലും നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുമായിട്ടാണ് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ശത്രു രാജ്യങ്ങളായ പാകിസ്ഥാനോ ചൈനയോ പോലുള്ള രാജ്യങ്ങളുമായിട്ട് നമ്മുടെ ബംഗ്ലാദേശ് കൂടുതൽ അടുപ്പം പുലർത്താൻ തുടങ്ങിയാൽ നമ്മുടെ അതിർത്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി, നമുക്കറിയാം ഓൾറെഡി ഇന്ത്യ ഏറ്റവും കൂടുതൽ ഹോസ്റ്റൈലായിട്ടുള്ള ബോർഡർ പങ്കിടുന്നുണ്ട് അല്ലേ. പാകിസ്ഥാനായിട്ടാണെങ്കിലും ചൈനയായിട്ടാണെങ്കിലും ബോർഡർ എപ്പോഴും എന്താണ്, ഭയങ്കര ഹോസ്റ്റൈലാണ്. എപ്പോഴും നമ്മൾ ഡിഫൻസിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് സെയിം കോൺസെപ്റ്റാണ് വരിക. നമുക്ക് ബംഗ്ലാദേശിനെ എത്രമാത്രം കരാതിർത്തിയിൽ നമുക്ക് ആവശ്യമുണ്ടോ അതുപോലെയാണ് യുക്രൈൻ റഷ്യയ്ക്ക് വരുന്നത്. ഓക്കെ, അപ്പം നേറ്റോയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2020-21 ആയപ്പോഴത്തേക്കും നമ്മുടെ യുക്രൈൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പം നേറ്റോയിൽ ജോയിൻ ചെയ്യാൻ അത് റഷ്യ ശക്തമായിട്ട് എതിർത്തു. ഓക്കെ, റഷ്യ എന്ത് പറഞ്ഞു, ഇത് പറ്റില്ല, കാരണം യുക്രൈനിലെ പല ഭാഗങ്ങളും റഷ്യയുടേതാണ്. ഓക്കെ, റഷ്യയുടെയാണ്. അതുപോലെ തന്നെ റഷ്യയ്ക്ക് അതുകൊണ്ട് തന്നെ യുക്രൈന് നാറ്റോയിൽ ചേരുന്നതിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നേറ്റോ വളരെയധികം ഭാഗഭാക്ക് തന്നെയാണ് ഈ യുദ്ധത്തിൽ. ഓക്കെ, അപ്പോൾ ഈ യുദ്ധം ഉണ്ടാകാൻ വളരെ കാരണമായൊരു ആൾ തന്നെയാണ് ആര്, നമ്മുടെ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ റഷ്യ എന്ത് ചെയ്തു, നേറ്റോയിൽ ചേരും എന്ന് യുക്രൈൻ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് തെറ്റി, 2022 ഫെബ്രുവരി 24 യുക്രൈനെ ആക്രമിച്ചു. ഓക്കെ, അപ്പോൾ ഈ ആക്രമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ US എല്ലാവർക്കും ചാരപ്രവർത്തികൾ അറിയാമല്ലോ അല്ലേ. ഓക്കെ, അവർ വളരെ രഹസ്യാന്വേഷണ വിഭാഗം വഴി അറിഞ്ഞു എന്താ പറയുക, ഇങ്ങനൊരു ആക്രമണം നടക്കാം. അന്നത്തെ USA ജോയിൻറ്റ് ചീഫ് സ്റ്റാഫ്, ഓക്കെ, ജോയിൻറ്റ് ചീഫ് സ്റ്റാഫായിരുന്ന മാർക്ക് മില്ലർ. ഓക്കെ, മാർക്ക് മില്ലർ ഈ യുദ്ധത്തിനെ പറ്റി മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് അദ്ദേഹം അന്ന് പറഞ്ഞത് 72 വെറും ജസ്റ്റ് 72 അവേഴ്സിൽ ഉക്രൈനെ റഷ്യക്ക് കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു സംഭവം അദ്ദേഹം പ്രവചിച്ചു. പക്ഷെ നടന്നത് അതാണോ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഉക്രൈൻ അതിശക്തമായിട്ട് പ്രതിരോധിച്ചു റഷ്യയെ. ഓക്കെ, അപ്പോൾ ഇതിൽ പല വിധത്തിലുള്ള തിയറീസ് വരുന്നുണ്ട്. ഇപ്പോൾ റഷ്യക്ക് ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് മിലിറ്ററി പവർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ USA ആണ്. ഓക്കെ, സെക്കൻഡ് പൊസിഷൻ ആർക്കാണ്, റഷ്യക്കാണ്. ഇപ്പോൾ തേർഡ് ചൈനയും, ഫോർത്ത് വരുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ശക്തമായിട്ടുള്ള രണ്ടാമത്തെ മിലിറ്ററി പവറുള്ള റഷ്യക്ക് വളരെ ചെറിയൊരു രാജ്യമായ യുക്രൈനെ എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് തോൽപ്പിക്കാൻ പറ്റാത്തത്? അതിന് പല തിയറീസും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റഷ്യ വളരെ മൈൽഡായിട്ടാണ് ഈ ഒരു സംഭവത്തെ നേരിട്ടത് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വളരെ എന്താ പറയുക ശക്തമായ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് യുക്രൈനെ അങ്ങ് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ ചേരുകയും ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് പോവുകയും അതുപോലെ തന്നെ റഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കുന്ന വിധത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ റഷ്യ എന്ത് ചെയ്തു, ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു, ഒരു വളരെ പതിയെ, അതായത് ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് യുക്രൈനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ അവരുടെ മാക്സിമം റിസോഴ്സസ് യുക്രൈനെ സാമ്പത്തികമായിട്ട് വളരെയധികം തകർക്കുന്നത്, അവരുടെ എല്ലാ റിസോഴ്സസും എടുത്താണ് റഷ്യക്കെതിരെ പൊരുതുന്നതെങ്കിൽ റഷ്യ എന്താണ്, റഷ്യയുടെ ഒരു ചെറിയൊരു പാർട്ട് മാത്രം. യുദ്ധമാകുമ്പോൾ ഉറപ്പായാലും ധനം വേണ്ടി വരും, അല്ലെങ്കിൽ മോണിറ്ററി ഫണ്ട്സൊക്കെ ഒരുപാട് ചിലവാകും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ എന്ത് ചെയ്തു, റഷ്യ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് പയ്യെ ചെറിയ 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 പാർട്സ് കീഴടക്കിക്കൊണ്ടിരുന്നു. പക്ഷേ എന്നാൽ റഷ്യയ്ക്ക് അത് എളുപ്പമായിരുന്നോ? റഷ്യയ്ക്ക് ഈ ഒരു കാര്യം എളുപ്പമായിരുന്നില്ല. ഒരു മാക്സിമം ഒരു 1 ഇയർ പോയേക്കാമെന്ന് വിചാരിച്ചിരുന്ന യുദ്ധം ഇപ്പോഴും തുടരുകയാണ് അല്ലേ. അപ്പോൾ അന്ന് നമ്മുടെ മാർക്ക് മില്ലർ എന്താ പറഞ്ഞത്, ജോയിൻറ്റ് സ്റ്റീഫായ USA മാർക്ക് മില്ലർ പറഞ്ഞ വെറും 72 മണിക്കൂർ മതി റഷ്യയ്ക്ക് യുക്രൈനെ തകർക്കാനാവും. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഉക്രൈൻ എന്ത് ചെയ്തു, ശക്തമായിട്ട് റഷ്യയെ പ്രതിരോധിച്ചു. ആരൊക്കെയാണ്, നമ്മുടെ US, വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ റഷ്യയ്ക്ക് മുകളിൽ സാമ്പത്തിക പ്രതിരോധം അല്ലെങ്കിൽ ഉപരോധം ഏർപ്പെടുത്തി. എന്താണ് ഉപരോധം എന്ന് പറയുന്നത്? അവരുമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു മാറ്റക്കച്ചവടങ്ങളും നടക്കില്ല. എന്നിട്ട് ഇതേ ഒരു ഉപരോധം ബാക്കിയുള്ള ഏഷ്യൻ കൺട്രീസ് ആണെങ്കിലും ബാക്കിയുള്ള മറ്റ് രാജ്യങ്ങൾ, അതായത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഇത് ചെയ്യണം, റഷ്യയ്ക്ക് മേതിൽ സാമ്പത്തിക ഉപരോധം നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഇന്ത്യയോടും പറഞ്ഞു. ഇന്ത്യ കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഇന്ത്യ എന്ത് ചെയ്തു, ഒരിക്കലും ഇപ്പോൾ നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പെട്രോൾ 100-110 രൂപയ്ക്ക് ഓരോ വേരിയിങ് ആണ്, ഓരോ സ്റ്റേറ്റ്സിലും വേരിയിങ് ആണ്. വാങ്ങിക്കുന്ന ആ ഒരു പെട്രോള് ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന്
ഓയിൽ വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നമ്മളൊരു 160 170 രൂപയ്ക്ക് ഓയിൽ വാങ്ങിക്കേണ്ടി വന്നേനെ. അപ്പോൾ ഇന്ത്യ ചെയ്തത് ശരിയാണോ തെറ്റാണോ? ഇപ്പോൾ നമ്മൾ മൊറാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ചർച്ച ചെയ്യേണ്ടി വരും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്തത് വളരെ ഒരു ഉപകാരമാണ്. ഇപ്പോൾ പെട്രോളിൻ്റെയോ അല്ലെങ്കിൽ ഡീസലിൻ്റെ അതുപോലെ തന്നെ ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിച്ചാലുള്ള കാര്യം എന്താണ്? ഇൻഫ്ലേഷൻ കൂടും. മോണിറ്ററി ഇൻഫ്ലേഷൻ കൂടാനുള്ള വളരെ ചാൻസ് ഉണ്ട് അല്ലേ? അതായത് സാധനങ്ങളുടെ വിലക്കയറ്റം എല്ലാം ഉണ്ടാവും അല്ലേ? എല്ലാ സാധനങ്ങളുടെയും വില കൂടും. സാധാരണക്കാരുടെ ജീവിതം വളരെ ദുരിതമായിട്ട് മാറിയേനെ. അപ്പോൾ ഇന്ത്യക്ക് ഒരിക്കലും ആ ഒരു സ്റ്റാൻസിൽ, അതായത് USA അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ യൂണിയനോ ചെയ്തതുപോലെ പെട്ടെന്ന് ഓയിൽ വാങ്ങിക്കാതിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇന്ത്യക്ക് ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ USA ആണെങ്കിൽ യൂറോപ്യൻ യൂണിയൻ എന്താ ചെയ്തത്? കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യുകയൊന്നും അല്ല ചെയ്തത്. അവരെന്ത് ചെയ്തു? മാക്സിമം എല്ലാ ഓയിലും ബാക്കിയുള്ള എല്ലാ ഓയിൽസുമായിട്ട് എല്ലാം അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത വിധത്തിൽ അവരുടെ ഓയിൽ ഡിസ്ട്രിബ്യൂഷൻ നിലയ്ക്കാത്ത വിധത്തിൽ ബാക്കി എല്ലാ ഓയിൽസും വാങ്ങി വെച്ചിട്ടാണ് ബാക്കി പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങളോട് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിനോട് നിങ്ങൾ ഓയിൽ വാങ്ങിക്കരുതെന്ന് പറഞ്ഞത്. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ്, ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് എന്താണോ, ഇപ്പോൾ ഏതൊരു മേഖലയിലാണെങ്കിലും, ഇപ്പോൾ ഈവൻ റഷ്യ ആണെങ്കിലും US ആണെങ്കിലും ബാക്കി ഏത് രാജ്യമാണെങ്കിലും എൻ്റെ രാജ്യത്തിലെ ജനങ്ങളുടെ ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നുള്ളൊരു ശക്തമായ നിലപാടാണ് ഇന്ത്യ എടുത്തത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു പരിധിവരെ ഇപ്പോൾ അത് വേൾഡിനെ തന്നെ എന്താ പറയുക ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൊണ്ടുപോകാതെ നിലനിർത്തിയത് ഇന്ത്യയാണെന്ന് വേണമെന്ന് പറയാം. ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തി. ഓക്കെ, അല്ലെങ്കിൽ വളരെ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം പോയേനെ. അടുത്തത് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് റഷ്യ ചൈന എന്നൊരു അച്ചുതണ്ടുണ്ടായി. നമുക്കറിയാം ഏഷ്യയിലെ ഏറ്റവും ശക്തമായ കൺട്രി ആരാണ്? ചൈന. ഓക്കെ, അപ്പോൾ ചൈനയുടെ സഹായത്തോടെ റഷ്യയുടെ ചൈന എന്ത് ചെയ്തു? അവരുമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും എല്ലാ കച്ചവടങ്ങളും എല്ലാ എന്താ പറയുക വരവ് ചെലവുകളും എല്ലാം, അതായത് എല്ലാ വിൽപ്പനകളും വിറ്റുവരവുകൾ എല്ലാം ഇരട്ടിയാക്കി. ഓക്കെ, അപ്പം ചൈന ശക്തമായൊരു എക്കണോമിക് പാർട്ട്ണറായിട്ട് മാറി. ഓക്കെ, അങ്ങനെ ചൈനയുടെ സഹായത്തോടെ റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി നിലനിർത്താനായി. ഇന്ത്യ ഓയിൽ വാങ്ങിയതും അത് അവരുടെ ആ ഒരു സാമ്പത്തിക സ്ഥിതി, ഇപ്പോൾ റഷ്യ എന്താണ് ഒരു ബൂമിങ് കണ്ടീഷനിലാണുള്ളത്. ഈ ഒരു യുദ്ധം നടന്നിട്ടും റഷ്യയുടെ സാമ്പത്തിക സ്ഥിതി ബൂമിങ് ആണ്. എന്നാൽ ഉക്രൈൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തായടേ? തകർന്നു. വളരെയധികം ശോചനീയമായ കണ്ടീഷനിലേക്ക് നമ്മുടെ ഉക്രൈൻ്റെ സാമ്പത്തിക സ്ഥിതി തകർന്നു. അതുപോലെ നമ്മുടെ വേൾഡ് രാജ്യങ്ങളിൽ പറ്റിയ മറ്റൊരു കാര്യം എന്താണ്? US വേൾഡ് പോലീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലേ? അപ്പോൾ പണ്ട് 1997 ആ ടൈം ആയപ്പോഴേ ഉക്രൈൻ്റെ അടുത്ത് US പറഞ്ഞിരുന്നു, നിങ്ങൾ ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങൾ ഇടപെടും. ഓക്കെ, ആ ഒരു അപ്രമാദിത്വം ഇല്ല, അവരെ എതിർക്കാൻ ആരുമില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നത് ആ ഒരു സാമ്പത്തിക അപ്രമാദിത്വമാണെങ്കിലും വേൾഡ് പോലീസ് എന്നുള്ള രീതിയിലും US-ൻ്റെ ഈ ഒരു അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെട്ടു. നാറ്റോയിൽ പുതിയ രാജ്യങ്ങളാണ്. എന്നാൽ ഇതിലൊരു മറ്റൊരു സിറ്റുവേഷൻ ഉണ്ടായി. റഷ്യ എന്തിനാണ് ചെയ്തത്? നാറ്റോയും റഷ്യയുമായിട്ടുള്ള ആ ഒരു ബോർഡർ വർദ്ധിക്കരുത്. ഓക്കെ, നാറ്റോയ്ക്ക് ഡയറക്റ്റ് ബോർഡർ ഉണ്ടാവരുത്, ഹോസ്റ്റൈൽ ബോർഡർ ഉണ്ടാവരുത്. ഓക്കെ, അപ്പം നാറ്റോയുടെ പുതിയ രാജ്യങ്ങൾക്ക് ഒരു താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. എന്നാൽ പുതിയ രാജ്യങ്ങൾക്ക് ഇത് ഭീഷണി അല്ലെങ്കിൽ ഭയം തോന്നിയിട്ട് നാറ്റോയിൽ പുതിയ രാജ്യങ്ങളായ ഫിൻലൻഡും സ്വീഡനും രാജ്യങ്ങളായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ എന്ത് പറ്റി? റഷ്യയും നാറ്റോയും തമ്മിലുള്ള ഡയറക്റ്റ് ബോർഡർ അല്ലെങ്കിൽ ആ അതിർത്തിയുടെ നീളം വർദ്ധിച്ചു. കാരണം രണ്ട് രാജ്യങ്ങൾ കൂടുകയാണ് ചെയ്തത്. ഉക്രൈനെ ആക്രമിച്ചതുകൊണ്ട് അതുവരെ ചിന്തിച്ചിട്ടില്ല, നാറ്റോയിൽ ജോയിൻ ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് മാത്രം ഇരുന്ന ഫിൻലാൻഡും സ്വീഡനും ഒക്കെ എന്ത് ചെയ്തു? നാറ്റോയിൽ ജോയിൻ ചെയ്തു. അപ്പം നാറ്റോയുടെ സ്ട്രെങ്ത് കൂടി. ഇത് അവിടെ വെസ്റ്റേൺ കൺട്രീസിൽ സംഭവിച്ച കാര്യം. ഇനി സാമ്പത്തിക മാന്ദ്യം. നമുക്കറിയാം, ഓയിൽ ഡിസ്ട്രിബ്യൂഷൻ നിലയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? യൂറോപ്പിൽ സാമ്പത്തിക മാന്ദ്യം വരും. ഓക്കെ, എല്ലാ രാജ്യങ്ങളും, ഏത് രാജ്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേറ്റീവിന് ഒരു ബുദ്ധിമുട്ട് വന്നു, നിങ്ങൾ സഹായിച്ചു. പക്ഷെ നിങ്ങൾ സഹായിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുവാണെങ്കിലോ നിങ്ങൾ എന്ത് പറയും? അത് അവൻ്റെ പ്രശ്നമാണ്, അവൻ നോക്കട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കണം, ഇല്ലേ? എല്ലാവരും അങ്ങനെ പറയുള്ളൂ. രാജ്യങ്ങളുടെ കാര്യം അങ്ങനെയാണ്. യൂറോപ്യൻ യൂണിയൻ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു യുക്രൈനെ.
പക്ഷേ ഈ ഓയിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മാന്ദ്യമാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ബാധിക്കാൻ തുടങ്ങിയപ്പോൾ, അവരുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? യൂറോപ്പ് പറഞ്ഞു യുക്രൈൻ്റെ യുദ്ധമാണിത്, യുക്രൈൻ തന്നെ നടത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫണ്ട്, ഇപ്പോൾ യുക്രൈൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി രാജ്യങ്ങളിൽ നിന്നിരുന്ന ഫണ്ടിനെ സോളായിട്ട് ആശ്രയിച്ചാണ് യുക്രൈൻ നിൽക്കുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് അത്രയും ഒരു തകർച്ചയുടെ വക്കിലാണ് യുക്രൈൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ സാമ്പത്തിക പ്രതിരോധത്തിനിടയിൽ ഓയിൽ എന്ത് ചെയ്തു? റഷ്യയിൽ നിന്ന് ഇറക്കുമതി ഇരട്ടിയാക്കി. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻസ് എന്തായിരുന്നു? ശരിയാണ്, യുദ്ധത്തിനൊന്നും ഞങ്ങൾ സപ്പോർട്ടല്ല, പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ് അല്ലേ, പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയിലേക്ക് അധിനിവേശത്തിന് വന്നാലും ചൈന ആണെങ്കിൽ അധിനിവേശത്തിന് വരുമ്പോഴും അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ, ഞാനതൊരു ഇന്ന ഗവൺമെൻറ് എന്ന് പറയുന്നില്ല, എല്ലാ ഗവൺമെൻറ്റുകളും അതിനെതിരായിരുന്നു. അതായത് ഒരു രാജ്യത്തിലേക്കും അതിക്രമിച്ച് കയറരുത്, അല്ലെങ്കിൽ അവരോട് അതിക്രമിക്കരുത്, അവരുടെ ഭൂപ്രദേശം സ്വന്തമാക്കാൻ ശ്രമിക്കരുത്, ഈ ഒരു ചിന്തയിലുള്ള ആൾക്കാരാണ് നമ്മുടെ ഇന്ത്യ അല്ലേ. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യക്ക് ഒരിക്കലും റഷ്യയുടെ ഈ ഒരു അധിനിവേശം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് റഷ്യയും ഇന്ത്യയുമായിട്ട് വളരെ പുരാതനമായിട്ടുള്ളൊരു ബന്ധമുണ്ട് അല്ലേ. ഇപ്പോൾ ചെറുതായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ജിയോ പൊളിറ്റിക്സ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചൈനയോടുള്ള റഷ്യയുടെ അടുപ്പം ഇന്ത്യയെ കുറച്ച് എന്താ പറയുക, മിഡിൽ സിറ്റുവേഷനിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ US-നെയും പിണക്കാതിരിക്കാൻ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനെയും പിണക്കാതെ ഒരു മിഡിൽ സ്റ്റേജിൽ പോവാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം US-നാണെങ്കിലും ഇന്ത്യ ഇപ്പോൾ ഏഷ്യയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറി. കാരണം എന്താണ്? ഈ റഷ്യയുടെയും ചൈനയുടെയും കൂടെ മറ്റൊരു അച്ചുതണ്ടായിട്ട് ഇന്ത്യ വന്നാൽ യൂറോപ്പിന് റഷ്യൻ രാജ്യങ്ങളെ പ്രതിരോധിക്കാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് അവരതിന് നിൽക്കത്തില്ല. ഓക്കെ, ഇന്ത്യയെ പിടക്കാതെ നിൽക്കാനും, അതുകൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിച്ചിട്ടും അവർ മറ്റ് പ്രതിരോധങ്ങളൊന്നും ഇന്ത്യയെ അടിച്ചേൽപ്പിക്കാതിരുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് എന്ത് ചെയ്തു? ഓയിൽ ഡിസ്ട്രിബ്യൂഷൻ ഇരട്ടിയാക്കി. ഇന്ത്യക്ക് എന്താണ്? റഷ്യ ആയിട്ടുള്ള ആ പുരാതന ബന്ധം എത്രയോ കാലം മുമ്പ്, ആദ്യം 1954 ഫ്രാൻസ് നമ്മുടെ പോണ്ടിച്ചേരിയിൽ നിന്ന് ഫ്രാൻസ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഗവൺമെൻറ്റിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ഇന്ത്യൻ ഭരണം കൊണ്ടുവരികയും ചെയ്തപ്പോഴത്തേക്കും അന്ന് ഐക്യരാഷ്ട്രസഭയിലെ നമുക്കറിയാം 5 രക്ഷാധികാരികളാണുള്ളത് അല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് ഫ്രാൻസ് പറഞ്ഞു നമുക്ക് ഇന്ത്യയെ ആക്രമിക്കണം. അന്ന് ആ ഒരു ആക്രമണത്തിന് ബാക്കി എല്ലാ രാജ്യങ്ങളും, ഇപ്പോൾ US ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തു. നമുക്ക് ആക്രമിച്ച് ഇന്ത്യയെ കീഴ്പ്പെടുത്തി കളയാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് ഇത് വീറ്റോ ചെയ്ത ഒരേ ഒരു രാജ്യമാണ് ആര്? നമ്മുടെ റഷ്യ. അപ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് റഷ്യ ആയിട്ടുള്ള ആ ഒരു ബന്ധം അന്ന് തുടങ്ങിയ ശക്തമായി. ഇപ്പോൾ നമ്മുടെ ആറ്റോമിക് ന്യൂക്ലിയർ എഫക്ട്സ് ആണെങ്കിലും എല്ലാം റഷ്യൻ ടെക്നോളജിയും കൂടെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വളരെ ഭാഗഭാക്കായ ഒരു രാജ്യമാണ് എന്ത്? റഷ്യ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റഷ്യ ആയിട്ടുള്ള ബന്ധമൊക്കെ കളയാൻ പറ്റുമോ? ഒരു സപ്പോർട്ടിന് നമുക്ക് കാർഗിൽ വാർ വരെയുള്ള യുദ്ധങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് US-ൻ്റെ നിന്നും ഒരിക്കലും, ഇവർ എപ്പോഴും പാകിസ്ഥാനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ സ്റ്റാൻസ് മാറ്റി പറയാൻ പറ്റില്ല. യുദ്ധത്തിനെതിരാണ് എന്ന് പറഞ്ഞു എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഒഴികെ ബാക്കി റഷ്യയുമായിട്ടുള്ള ഒരു ബന്ധവും ബാധിക്കാതിരിക്കാൻ ഇന്ത്യ ശ്രമിച്ചു. അടുത്തത് 1.95 മില്യൺ ബാരലാണ് ഇന്ത്യ ഒരു ഡേ ഇറക്കുമതി ചെയ്തത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യ ഇറക്കുമതി ചെയ്തില്ലായിരുന്നെങ്കിൽ ടോട്ടൽ വേൾഡിൽ 1.95 മില്യൺ ഒരു ദിവസം വരില്ലായിരുന്നു, മാർക്കറ്റിൽ എത്തില്ലായിരുന്നു എന്നാണ് അർത്ഥം. അതിൻ്റെ മീനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഇപ്പോൾ 100-110 രൂപയ്ക്ക് പെട്രോൾ വിലയുള്ളത്, കേരളത്തിൻ്റെ സ്ഥിതിയാണ് പറയുന്നത്. ചിലപ്പോൾ കേരളത്തിലൊക്കെ ചിലപ്പോൾ അത് 200-ന് മുകളിൽ പോയേനെ. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന പലവ്യഞ്ജന സാധനം മുതൽക്ക് ഇപ്പോൾ നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് വരെ അതിഭയങ്കരമായ വില നൽകി നമ്മൾ വാങ്ങിക്കേണ്ടി വന്നേ. അതിനനുസരിച്ച് നമുക്ക് വരുമാനം ഇല്ല. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വളരെ ബുദ്ധിപൂർവമാണ് ഈ ഒരു കാര്യം ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യം ചെയ്തിട്ട് ഇന്ത്യ ഇരുധ്രുവ ലോകത്ത്, നമുക്കറിയാം ഏതാണ് ഇരുധ്രുവ ലോകം എന്ന്, യൂറോപ്യൻ യൂണിയനും US-ഉം ഉള്ള നാറ്റോ സഖ്യത്തിൻ്റെ ഒരു പക്ഷത്ത്, റഷ്യ ചൈന ഉള്ള പക്ഷം ഒരു പക്ഷത്ത്. അപ്പോൾ ഈ രണ്ട് പക്ഷവും ഇല്ലാതെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിയ ആളാണ് ആര്? നമ്മുടെ ഇന്ത്യ. അപ്പോൾ നമുക്കറിയാം 94 ക്രീമിയ, അതായത് ഉക്രൈൻ്റെ ഭാഗമായിരുന്ന ക്രീമിയ എന്ന പ്രദേശം ഓൾറെഡി റഷ്യയുടെ ഭാഗമായിരുന്നു. മറ്റു പ്രദേശങ്ങളെല്ലാം റഷ്യയുടെ ഭാഗമാക്കാനാണ് റഷ്യയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഉക്രൈൻ റഷ്യയുമായിട്ടും യൂറോപ്പുമായിട്ടും ഇപ്പോൾ ബോർഡർ പങ്കിടുന്നുണ്ട്. ഉക്രൈൻ എന്താണ് ഇപ്പോൾ ഈ പാർട്ടിൽ യൂറോപ്പ് ആണെങ്കിൽ ഈ ഒരു പാർട്ടിൽ നമ്മുടെ റഷ്യ ആണെന്ന് പറയാം. ഓക്കെ, ബട്ടർഫ്ലൈ അല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ആരാണ്? നമ്മുടെ
ഈ നടുക്കുള്ളത് ഉക്രൈൻ ആണെങ്കിൽ ഈ ഒരു പാർട്ടിലുള്ളത് യൂറോപ്യൻ കൺട്രീസും ഈ ഒരു പാർട്ടിലുള്ളത് റഷ്യയാണ്. അപ്പോൾ ഉക്രൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉക്രൈനിലുള്ള ഈ ഒരു പ്രദേശത്ത് നിന്ന് മോസ്കോയിലേക്ക് വെറും 32 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 50 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നാറ്റോയ്ക്ക് ഒരു മിലിറ്ററി ബേസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റായിട്ട് മോസ്കോയിനെ തകർക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ചെറിയ മിസൈൽ മതി. അവരുടെ ഭരണ സംവിധാനം വരെ തകർക്കാൻ ആർക്കാവും? നാറ്റോയ്ക്കാവും. അപ്പോൾ ഈ പ്രദേശം വിട്ടുകൊടുക്കാൻ റഷ്യക്ക് കഴിയുമോ? ഇല്ല, അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ അത് സാധിക്കില്ല. അപ്പോൾ ഉക്രൈൻ റഷ്യയുമായിട്ടും യൂറോപ്പുമായിട്ടും ബോർഡർ പങ്കിടുന്നുണ്ട്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ്. ഇനി റഷ്യൻ പ്രസിഡന്റ് ആരാണ് അറിയാം, വ്ളാഡിമിർ പുടിൻ. ഇപ്പം വീണ്ടും 5ാം തവണ അദ്ദേഹം പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഉക്രൈൻ പ്രസിഡന്റ് ആരാണ്? വ്ളാഡിമിർ സെലൻസ്കി. ആരാണ്? ഒരു കൊമേഡിയൻ ആയിരുന്നു, പെട്ടെന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലേ. ഇപ്പോൾ അവിടെ നടക്കുന്നതും കോമഡിയൊന്നും അല്ല കേട്ടോ. യുദ്ധം ഒരിക്കലും കോമഡി അല്ല. കാരണം എത്രയോ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പാലസ്തീൻ ഹമാസിൻ്റെ ആ ഒരു ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റ് വന്നതിന് ശേഷം ഈ ഒരു യുദ്ധത്തിലേക്ക് വലുതായിട്ട് മീഡിയ അറ്റൻഷൻ പോകുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണോ ഈ 2 യുദ്ധത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഈ ചെറിയ കുട്ടികളാണ് അല്ലേ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ എവിടെയാണെങ്കിലും യുദ്ധം എന്ന് പറയുന്നത് ഒന്നിനൊരു പരിഹാരമല്ല. ഓക്കെ, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും അവരവരുടെ അധികാരം, അവരവരുടെ ബോർഡർ ഇതെല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ യുക്രൈനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ US ആണെങ്കിലും നമ്മുടെ ബാക്കി യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒരു യുദ്ധം നടക്കുമ്പോഴത്തേക്കും എത്ര പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയുന്ന രാജ്യങ്ങളും അവനവൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും മാറി നിൽക്കും. അതുപോലെയാണ് നമ്മുടെ ഇസ്രായേലും അതുപോലെ തന്നെ പലസ്തീൻ കോൺഫ്ലിക്റ്റ്. പലസ്തീനെ സംരക്ഷിക്കാൻ അറബ് രാജ്യങ്ങൾ വിചാരിച്ചാൽ നടക്കും അല്ലേ. എന്നാൽ അതൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട് അവരിറങ്ങിയോ? ഇല്ല. ഇസ്രായേൽ എന്താണ്, ആര് ഇനി ഞങ്ങൾക്കെതിരെ വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു സ്റ്റാൻസാണ് ഇസ്രായേൽ എടുക്കുന്നത്. ഓക്കെ, എന്നാൽ ബാക്കിയുള്ള അറബ് കൺട്രീസ് ആണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈവൻ ചൈന ആണെങ്കിലും പലസ്തീൻ സപ്പോർട്ടാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെടാൻ അവരും തയ്യാറാവുന്നില്ല. ഓക്കെ, അടുത്തത് ചെർണോബിൽ ന്യൂക്ലിയർ ദുരന്തം. ചെർണോബിൽ എവിടെയാണ്? യുക്രൈനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂക്ലിയർ ദുരന്തം നടന്നത് എവിടെയാണ്? 1986. ഓക്കെ, അപ്പോൾ ചെർണോബിൽ ന്യൂക്ലിയർ ദുരന്തം നടന്നത് യുക്രൈനിലാണ് 1986. റഷ്യയിൽ നിന്ന് ഉക്രൈൻ വേർപെട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 1991 ഒരു ഡെസൊല്യൂഷൻ നടന്നു അല്ലേ. ആ ഒരു ഡെസൊല്യൂഷനിൽ നമ്മുടെ റഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ USSR നിന്ന് ഡിഫറെൻറ്റ് കൺട്രീസ് പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. 1994 USA യുക്രൈൻ ഒരു നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി ഏർപ്പെട്ടു. എന്താണ്? അണ്വായുധങ്ങളൊന്നും ഉണ്ടാക്കില്ല, അവരുടെ ആയുധശേഖരം വലുതാക്കില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ട്രീറ്റിയാണ്. പകരം US എന്ത് ചെയ്യും? യുക്രൈനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതെന്തായെന്ന് കണ്ടു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇന്ത്യ ചെയ്യുന്നത്, അതായത് നമ്മൾക്ക് നമ്മളേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം ആയുധങ്ങളും ഡിഫൻസ് ആണെങ്കിലും ബാക്കി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മാക്സിമം ആയുധങ്ങൾ നമ്മൾ തന്നെ കരുതുക. ഒരു യുദ്ധത്തിന് സ്വയം തയ്യാറാവുക. ഇസ്രായേൽ ഒരു ചെറിയ കൺട്രിയാണ് അല്ലേ, പക്ഷേ എന്താണ്? ആയുധശേഖരത്തിൽ വലുതാണ്. അതുപോലെയാണ് ഇറാൻ എന്താണ്? സ്വന്തമായിട്ട് ഏത് രാജ്യത്തെയും എതിർക്കാൻ, ഇപ്പോൾ ഇറാനും ഇസ്രായേലും കൂടെ മറ്റൊരു വാറിൻ്റെ വക്കത്തിലാണ് നിൽക്കുന്നത് അല്ലേ. ഇനി അത് വന്നു കഴിഞ്ഞാൽ 3rd വേൾഡ് വാറിലേക്ക് പോകും. ഇതിലെല്ലാം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലുമായിട്ട് ഇറാനുമായിട്ടും നല്ല ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇതിൻ്റെ ഇടയിലെല്ലാം നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു സപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 3rd വേൾഡ് വാർ ഉണ്ടാവാൻ വളരെ എളുപ്പമാണ്. നമ്മൾ അറിയോ ഇന്ത്യൻ ഗവൺമെൻറ് കൊള്ളില്ല, അതില്ല ഇതില്ല. പക്ഷേ ഇത് ഇപ്പോൾ ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ അല്ല ഞാൻ പറയുന്നത്, പണ്ട് മുതലേ ഇന്ത്യയുടെ സ്റ്റാൻസ് ഇതാണ്. ഓക്കെ, ഏത് ഗവൺമെൻറ് വന്നിട്ടുണ്ടെങ്കിലും അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അത് ആ ഒരു കാര്യത്തിൽ എല്ലാ ഗവൺമെൻറ്റും സിമിലർ ആയിട്ടുള്ള തോട്ട്സാണ് വെച്ചിട്ടുള്ളത്. അപ്പം 1994 നമ്മുടെ USA യുക്രൈൻ ഒരു കരാറിൽ ഏർപ്പെട്ടു. അതൊന്ന് ഓർത്ത് വെച്ച് വരുന്നുള്ളൂ. നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി. ഇതിൻ്റെ ആ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ട് ആയുധങ്ങളില്ലാതെ US അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അവർ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു ട്രീറ്റിയാണ് നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി. അപ്പോൾ 1997 നമ്മുടെ ഉക്രൈൻ നാറ്റോയുമായിട്ട് നമ്മുടെ യുക്രൈൻ്റെ ബന്ധം ശക്തമായതെന്നാണ് 1997 ഇത് നമ്മുടെ റഷ്യക്ക് ഇഷ്ടപ്പെട്ടില്ല. അന്ന് തൊട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. ഓക്കെ, 2014 നമ്മുടെ ഉക്രൈൻ്റെ മെയിൻ ഒരു പാർട്ടായിരുന്നു ക്രീമിയ. ഓക്കെ, അപ്പോൾ റഷ്യ എന്ത് ചെയ്തു? ക്രീമിയ ആദ്യമായിട്ട് റഷ്യ യുക്രൈൻ്റെ ഒരു പാർട്ട് എന്താണ് കീഴ്പ്പെടുത്തിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രീമിയാണ്. ഓക്കെ, അപ്പോൾ ക്രീമിയയെ റഷ്യ അധീനപ്പെടുത്തിയ വർഷം 2014. അപ്പം തൊട്ടേ തുടങ്ങിയിരിക്കുകയാണ് അല്ലേ.
അപ്പോൾ റഷ്യയിലെ നമ്മുടെ സാമ്പത്തിക പ്രതിരോധം മറികടക്കാൻ വേണ്ടിയിട്ട്, അതായത് US ആണെങ്കിലും നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും റഷ്യയായിട്ട് ഒരു തരത്തിലുള്ള ഒരു പേയ്മെൻറ്റും ഒരു കാര്യങ്ങളും നടത്തില്ല, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള അവരുടെ ഓയിൽ വേണ്ട, അങ്ങനെയുള്ള ഒരുപാട് സാമ്പത്തിക പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അല്ലേ. അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിരോധം മറികടക്കാൻ വേണ്ടിയിട്ട് റഷ്യ കൊണ്ടുവന്ന പേയ്മെൻറ്റ് സിസ്റ്റമാണ് മിർ പേയ്മെൻറ്റ് സിസ്റ്റം. അവർക്ക് ഡയറക്റ്റ് എല്ലാ രാജ്യങ്ങളുമായിട്ട് ഈ ഒരു പേയ്മെൻറ്റ് സിസ്റ്റം വഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനും എല്ലാം പറ്റും. അതാണ് ആ ഒരു പേര് ഓർത്ത് വെച്ചാൽ മിർ പേയ്മെൻറ്റ് സിസ്റ്റം. ഇനി റഷ്യയുടെ ഓപ്പോസിറ്റ് ലീഡർ അലക്സ് നവ്ലിനി. അലക്സ് നവ്ലിനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അദ്ദേഹം ഒരു 2019 തൊട്ട് സ്ഥിരമായിട്ട് നമ്മുടെ റഷ്യൻ പ്രസിഡന്റ് നമ്മുടെ വ്ളാഡിമിർ പുടിൻ, അതായത് അദ്ദേഹത്തിൻ്റെ പ്രസിഡൻഷിപ്പ് ഒരു ലോങ് ടേം ആക്കാൻ 2035 വരെ ലോങ് ടേം ആക്കാൻ വേണ്ടിയിട്ട് ഒരിത് കൊണ്ടുവരുന്നു. ആ സമയം തൊട്ട് അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് ആര്? ഓപ്പോസിഷൻ ലീഡറായിട്ട് അലക്സ് നവ്ലിനി. അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ അത് റഷ്യൻ പ്രസിഡന്റ് ചെയ്തതാണ്, അതൊരു വലിയ മനുഷ്യാവകാശ ലംഘനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും കാര്യങ്ങൾ അത് പ്രഖ്യാപിച്ചത് നമ്മുടെ ഐക്യരാഷ്ട്ര സഭയാണ്. അദ്ദേഹത്തിൻ്റെ മരണം ഒരു മഹത്തായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബൃഹത്തായിട്ടുള്ള ഒരു മനുഷ്യാവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ചു. അടുത്തത് ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഉക്രൈനുമായിട്ടൊരു സെക്യൂരിറ്റി എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു അടുത്ത 10 വർഷത്തേക്ക്. ജർമ്മനിയും ഫ്രാൻസും ഒപ്പിച്ചു. അത് അടുത്ത 10 വർഷത്തേക്ക് അവർക്ക് യുക്രൈന് സെക്യൂരിറ്റി മറ്റു ഡീറ്റെയിൽസ് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഒപ്പുവെച്ചെങ്കിലും അതിൽ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ സാമ്പത്തിക സ്ഥിതി തകരാറിലാവുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? കുറച്ചൊന്ന് പിന്നോട്ട് വലിയും. അടുത്തത് റഷ്യൻ ഫോഴ്സ് ഉക്രൈനിൽ പുതുതായിട്ട് പിടിച്ചടക്കിയ പ്രദേശമാണ് അവ്ദിവ്ക. അതായത് ക്രിമിയ കഴിഞ്ഞിട്ട് നമ്മുടെ റഷ്യൻ ഫോഴ്സ് ഉക്രൈനിലായിട്ട് പുതിയതായിട്ടൊരു പ്രദേശം പിടിച്ചെടുത്തിട്ടുണ്ട്. ആ പ്രദേശത്തിൻ്റെ പേരെന്താണ്? അവ്ദിവ്ക. ഇനി ഉക്രൈൻ്റെ GDP 0.5%. എന്നാലോചിച്ച് നോക്കിയേ, എത്രമാത്രം അവരുടെ സാമ്പത്തിക സ്ഥിതി തകരാറിലായിന്ന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാം. ഉക്രൈനിൻ്റെ GDP എന്താണ്? കഴിഞ്ഞ കൊല്ലം കണക്കാക്കിയതനുസരിച്ച് വെറും 0.5%. ദാരിദ്ര്യം എത്രയായി? 5.5%-ൽ നിന്ന് 24.2%-ലേക്ക് ഇൻക്രീസായി. എത്രയായിരുന്നു? വെറും 5.5% യുക്രൈനിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പിടിയിലായിട്ടുള്ള ആൾക്കാർ എന്താണ്? ഇത് വെറും കണക്കുകളാണ്. വളരെ ഭീകരമായ അവസ്ഥയാണ് ഉക്രൈൻ്റെ. അപ്പോൾ 5.5%-ൽ നിന്ന് 24.2%-ലേക്ക് ഉക്രൈൻ്റെ ആ ഒരു ദാരിദ്ര്യം ഇൻക്രീസ് ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ റഷ്യൻ സെൻട്രൽ ബാങ്കിനെ യൂറോപ്യൻ യൂണിയനും ഗൾഫ് രാജ്യങ്ങളല്ല, G7 യൂറോപ്യൻ യൂണിയനും G7 രാജ്യങ്ങൾ എന്ത് ചെയ്തു? റഷ്യൻ സെൻട്രൽ ബാങ്കിനെ നിരോധിച്ചിട്ടുണ്ട്. റഷ്യ പിടിച്ചെടുത്ത ഉക്രൈനിലെ ന്യൂക്ലിയർ പ്ലാന്റ്, ആദ്യമായിട്ട് റഷ്യ ഉക്രൈനിൽ പോയിട്ട് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ അടുത്ത് ഉക്രൈനിലെ ഫോഴ്സ് വീണ്ടും റഷ്യൻ ഫോഴ്സിനെ തന്നെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഈ പ്ലാന്റിൻ്റെ തകരാറിലായി എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റഷ്യ പിടിച്ച ഈ പ്ലാന്റ്, ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ പേര് ഓർത്ത് വെച്ചോളൂ, സപ്പോറിഷിയോ എന്നൊക്കെ വായിക്കാം. എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോളൂ. സപ്പോറിഷിയോ പ്ലാന്റ് ആണ്. അപ്പോൾ ഉക്രൈനിലെ ന്യൂക്ലിയർ പ്ലാന്റ് എന്താണ്? സപ്പോറിഷിയോ അല്ലെങ്കിൽ സപ്പോറിക്കോ പ്ലാന്റ്. 40% നമ്മുടെ ഉക്രൈൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, കെട്ടിടങ്ങളാണെങ്കിലും അവരുടെ റോഡ് സംവിധാനങ്ങളെല്ലാം ഈ ഒരു യുദ്ധത്തിൽ തകർന്നുണ്ടായിരുന്നു. നമ്മുടെ വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ് പുടിൻ എന്താണ് പറഞ്ഞത്? ഈ ഒരു വാറിനെ പറഞ്ഞത് തേർഡ് ഗ്രേറ്റ് പാട്രിയോട്ടിക് വാർ, മൂന്നാമത്തെ വലിയ ദേശസ്നേഹ യുദ്ധം. അപ്പോൾ തേർഡ് ഗ്രേറ്റ് പാട്രിയോട്ടിക് വാർ എന്ന് ഏത് യുദ്ധത്തിനെ വിശേഷിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുടിൻ വിശേഷിപ്പിച്ചതാണ് കേട്ടോ. വ്ളാഡിമിർ പുടിൻ, നമ്മുടെ റഷ്യൻ വാർ. ഇത് കഴിഞ്ഞപ്പോൾ എന്താണ് പുടിൻ്റെ അവസ്ഥ? എന്താണ് പുടിനെ റഷ്യയിലുള്ള ജനങ്ങളെല്ലാം തള്ളി പറഞ്ഞോ? ഇല്ല, പുടിൻ്റെ ആ ഒരു പോപ്പുലാരിറ്റി വർദ്ധിക്കുകയാണ് ചെയ്തത് റഷ്യൻ ജനങ്ങൾക്കിടയിൽ. കാരണം അദ്ദേഹം ഒരു നാഷണൽ ഹീറോ ലെവലിലേക്കാണ് അവിടെ റഷ്യയിൽ ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ പുടിൻ തേർഡ് ഗ്രേറ്റ് പാട്രിയോട്ടിക് വാർ എന്നാണ് ഈ ഒരു യുദ്ധത്തെ വിശേഷിപ്പിച്ചത്. ഇനി ഒന്നാമത്തെ യുദ്ധം നടന്നത് എവിടെയാണ്?
ഒന്നാമത്തെ ഫസ്റ്റ് ഗ്രേറ്റ് പാട്രിയോട്ടിക് വാർ എന്ന് അറിയപ്പെടുന്ന നെപ്പോളിയൻ ഇൻവേഷനാണ്. റഷ്യയിലേക്ക് നെപ്പോളിയൻ്റെ ഇൻവേഷനെയാണ് ഫസ്റ്റ് ഗ്രേറ്റ് പാട്രിയോട്ടിക് വാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രേറ്റ് പാട്രിയോട്ടിക് വാർ എന്ന് പറയുന്നത് നാസി ജർമ്മൻ ഇൻവേഷൻ, നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധകാലത്ത്. ഈ അടുത്ത രണ്ടാം ലോക മഹായുദ്ധത്തിനെ പറ്റി സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ മാത്രം പഠിക്കാതെ ഫസ്റ്റ് വേൾഡ് വാറും കൂടെ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് നെപ്പോളിയൻ ഇൻവേഷൻ, രണ്ടാമത്തത് നാസി ജർമ്മൻ ഇൻവേഷൻ, മൂന്നാമത്തത് തേർഡ് ഗ്രേറ്റ് പാട്രിയോട്ടിക് വാർ ഏതാണ്? നമ്മുടെ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് ആണ്. റഷ്യ അവകാശപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയാണ്? നമ്മുടെ ഉക്രൈനിലുള്ള റഷ്യ അവകാശപ്പെടുന്ന മേഖലകളാണ് ലുഹാൻസ്കും ഡൊണറ്റ്സ്കും. എന്തൊക്കെയാണ്? ലുഹാൻസ്ക്, ഡൊണറ്റ്സ്ക്. ഓക്കെ, അപ്പോൾ ലൂൺ ഡോൺ എന്ന് പറഞ്ഞ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ജസ്റ്റ് ആ ഒരു പേര് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ലുഹാൻസ്ക്, ഡൊണറ്റ്സ്ക്, ഈ ഒരു രണ്ട് ഇതാണ്, ലുഹാൻസ്കും ഡൊണറ്റ്സ്കുമാണ് റഷ്യ അവകാശപ്പെടുന്ന മേഖലകൾ. ഇത് തന്നാൽ ഞങ്ങൾ യുദ്ധം നിർത്താമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ഉക്രൈനിലെ ജനങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? റഷ്യയിൽ ഓൾറെഡി അവർ ക്രിമിയ കൊണ്ടുപോയി. ഇനി ഇത് രണ്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ മറ്റേ ഫുൾ യുക്രൈൻ അവകാശപ്പെടും. അതുകൊണ്ട് തന്നെ ഇതിന് സമ്മതിക്കില്ല എന്നാണ് യുക്രൈൻ്റെ നിലപാട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്, ഡിഗ്രിയിൽ ചോദിച്ച മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് തന്നെ കാണാം. ബൈ.